പുട്ട് ബാക്കി വന്നോ? എന്നാൽ ഇനി ആരും ടെൻഷൻ ആവണ്ട. എൻ്റെ പൊന്നോ, അതിശയിക്കും രുചിയിൽ നല്ലൊരു അടിപൊളി കൂട്ടാണ് ഇന്ന് നമ്മൾ ബാക്കി വന്ന പുട്ട് കൊണ്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലത്തെ പുട്ടിലുള്ള രണ്ട് കഷ്ണമാണ് കേട്ടോ ഇത്. അപ്പോൾ എന്താ ഈ ഒരു കളർ എന്ന് കരുതണ്ട, നമ്മളെ വീട്ടിൽ പൊടിച്ച പൊടി കൊണ്ട് ചുട്ടിട്ടാണ് കേട്ടോ. നല്ല സോഫ്റ്റ് പുട്ടാണ്, നല്ല കറിയോട് കൂടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എങ്ങനെയൊക്കെ ഉണ്ടാക്കിയാലും ഒരു ചെറിയ കഷ്ണമെങ്കിലും നമ്മുടെയൊക്കെ വീടുകളിൽ ബാക്കി വരും. ചിലരൊക്കെ അത് ഫ്രിഡ്ജിലോട്ട് വെക്കും, പിറ്റേ ദിവസം എടുക്കുമ്പോഴേക്കും കല്ല് പോലെ ആയിട്ടുണ്ടാവും. പിന്നെ നമ്മളത് ആവി കയറ്റിയാലൊന്നും ആ ഒരു സോഫ്റ്റ്നെസ് ഒന്നും നമുക്ക് കിട്ടാറില്ല. അപ്പോൾ അതാ ഇനി മുതൽ നിങ്ങൾ അതിനൊന്നും നിൽക്കണ്ട കേട്ടോ. ഈവനിങ്ങിന് നമ്മളെ മക്കളൊക്കെ സ്കൂളിട്ട് വരുമ്പോൾ നല്ലൊരു ചായക്കടിയായിട്ട് ഇതുപോലെയൊന്ന് റെഡിയാക്കി നോക്കാം. പുട്ടൊക്കെ അതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല സോഫ്റ്റ് പുട്ടാണ്. ഞാൻ കൈ വെച്ചിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലായിട്ടുള്ള ഒരു കുഞ്ഞ് മസാല റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചട്ടിയൊക്കെ ചൂടാക്കി അതിലോട്ടൊരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു 5 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ആ ഒരു വെളിച്ചെണ്ണയിലോട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ചെറിയുള്ളി ഒരിക്കലും നിങ്ങൾ ചേർക്കാതിരിക്കരുത്, ചെറിയുള്ളി ചേർക്കുമ്പോൾ നല്ല രുചിയാണ്. ചിലർ കടുകൊക്കെ വെച്ച് ചെയ്യാറുണ്ട്, എനിക്കൊന്നുകൂടി ടേസ്റ്റിയായി തോന്നിയത് ചെറിയുള്ളിയാണ് കേട്ടോ. ഒപ്പം തന്നെ ഒരു വലിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ അത്യാവശ്യം മസാല ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സമയത്ത് നമ്മളൊരു വലിയുള്ളി ചേർത്തത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരും കേട്ടോ. അപ്പോൾ അതാ വലിയുള്ളിയും അതുപോലെ തന്നെ ചെറിയുള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ചായി വരുമ്പോൾ ഇതിലോട്ട് നമുക്കൊരു ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒപ്പം ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി അതും അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അതിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. എല്ലാം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടണം കേട്ടോ. നമുക്ക് കുറഞ്ഞ തീയിലാക്കി വെച്ച് കൊടുക്കാം. കളറൊക്കെ ഒന്ന് ചേഞ്ചായി ഒന്ന് മുരിയട്ടെ. ഈ ഒരു സമയത്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. വെറും 5 മിനിറ്റ് പോലും വേണ്ട നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ. എന്താ ടേസ്റ്റ് എന്നൊന്നും പറയാനില്ല കേട്ടോ. നല്ലൊരു കട്ടൻ്റെ കൂടെ ഇതുപോലൊരു പ്ലേറ്റ് കിട്ടുകയാണെങ്കിൽ പുട്ട് ഇഷ്ടമില്ലാത്തവർ പോലും കഴിച്ചു പോകും. ഈ ഒരു സമയത്ത് ഞാൻ അത്യാവശ്യം വലിയൊരു തക്കാളി, നല്ലൊരു പഴുത്ത തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ്. ഒപ്പം തന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഒരിക്കലും നിങ്ങൾ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കരുത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമ്മളെ മക്കളൊക്കെ കഴിക്കുമ്പോൾ അതൊക്കെ കടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതുപോലെ ഇങ്ങനെ നീളത്തിലിടുമ്പോൾ അത്യാവശ്യത്തിന് എരിവ് കിട്ടും. പോരാത്തിന് മക്കളാകുമ്പോൾ മാറ്റി വെച്ചാൽ മതിയല്ലോ. ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇല കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. തക്കാളിയൊക്കെ നന്നായിട്ട് വാടിയിട്ട് അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറണം കേട്ടോ. അപ്പോൾ അതാ നല്ല രീതിയിൽ ഞാൻ ഇളക്കി കൊടുത്ത് തക്കാളിയൊക്കെ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ഒരുപാട് മസാലകളും കാര്യങ്ങളൊന്നുമില്ല, എന്നാലോ നല്ല രുചിയാണ് കേട്ടോ. അപ്പോൾ ഞാനിതിലോട്ടൊരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഒപ്പം തന്നെ ഇതാ 1 ടീസ്പൂൺ നമ്മുടെ മല്ലിപ്പൊടി. ഇനി നമുക്കിതിലോട്ട് കുറച്ച് കുരുമുളകിൻ്റെ പൊടി, ഏകദേശം 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർത്തോളൂ കേട്ടോ. നമ്മളിതിൽ മുളക് പൊടി ഒട്ടും ചേർക്കണില്ല. അപ്പോൾ ചെറിയൊരു എരിവിന് ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയുടെ പകരം നമുക്ക് ചിക്കൻ മസാലയും ചേർക്കാം കേട്ടോ. അതുപോലെ തന്നെ ഒരു ഇത്തിരി പെരിഞ്ജീരകത്തിൻ്റെ പൊടി, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഇപ്പം നമ്മുടെ അടുക്കളയിൽ ഇങ്ങനെ പൊടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് ചേർത്താൽ പോരെ അല്ലേ. എല്ലാ മസാലപ്പൊടികളും നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം കേട്ടോ. അപ്പോഴേക്കൊക്കെ ആ തക്കാളി അതിലും കടന്ന് ഇങ്ങനെ വെന്ത് ഉടഞ്ഞ് വന്നോളും. ഈ ഒരു സമയത്ത് ഞാനിതിലോട്ടൊരു ടീസ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു തക്കാളിയും വലിയുള്ളിയൊക്കെ നല്ലോണം സോഫ്റ്റ് ആവും. വെള്ളം ഒത്തിരി കൂടി പോകരുത്. കണ്ടല്ലോ, നമ്മൾ ഒഴിച്ചപ്പോഴേക്കും ആ വെള്ളം അങ്ങോട്ട് വലിഞ്ഞിട്ട് ചട്ടി ആകെ ഡ്രൈ ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് വെള്ളം ചേർക്കുമ്പോൾ ഈ ഒരു മസാലക്കൂട്ട് നല്ല സോഫ്റ്റ് ആവും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു മസാലയിലോട്ടുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് നമുക്ക് ചേർക്കാം. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. തക്കാളി കണ്ടല്ലോ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതവിടെ 2 കോഴിമുട്ടയാണ് കേട്ടോ അതിലോട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 അത്യാവശ്യം വലിയ, നിങ്ങൾ കണ്ടല്ലോ 2 കഷ്ണമാണ് പുട്ട് ഞാൻ എടുത്തത്. ഇനിയിപ്പോൾ 1 കഷ്ണം ബാക്കിയുള്ളെങ്കിൽ 1 കോഴിമുട്ട ചേർത്ത് കൊടുത്താൽ മതി. മുട്ടയും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കുക. നന്നായിട്ട് ഇളക്കി മുട്ടയൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. എന്തായാലും കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇതിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമാവും. അതിലേറെ ഈ ഒരു പുട്ട് ഒന്നുകൂടി സോഫ്റ്റ് ആവും കേട്ടോ. പഞ്ഞി പോലെ ആയിരിക്കും. അതുകൊണ്ട്
നമുക്ക് കഴിക്കുമ്പോൾ വീണ്ടും വീണ്ടും കഴിക്കാനായിട്ട് തോന്നും. അപ്പോൾ അതാ ഞാൻ നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള പുട്ട് ചേർത്ത് കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് തേങ്ങയും ചേർക്കാം കേട്ടോ. പിന്നെ ഈ പുട്ടിൻ്റെ കൂടെ അത്യാവശ്യം തേങ്ങയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാനിവിടെ മട്ടരി വെച്ചിട്ടുള്ള പുട്ടാണ് റെഡിയാക്കിയത് കേട്ടോ. വെള്ളമൊന്നും നനയ്ക്കാതെ എടുക്കുന്ന രീതിയാണ്. അത് ചിലർക്കൊക്കെ അറിയായിരിക്കും. നല്ല ടേസ്റ്റാണല്ലോ മട്ടരിയുടെ പുട്ടിലെ. അപ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. തീരെ അറിയാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാനിത് ഇൻഷാല്ലാ വീഡിയോ ആയിട്ട് ചെയ്യാം. ഒന്നായിട്ട് പൊടിപ്പിച്ച് വറുത്ത് വെക്കുന്ന പരിപാടിയല്ല കേട്ടോ. നമ്മൾ രാവിലെ തന്നെ രാത്രി വെള്ളത്തിൽ അരി ഇട്ടിട്ട് രാവിലെ ഒന്ന് ജസ്റ്റ് പൊടിച്ചിട്ടാണ് ഇത് ചുട്ടെടുക്കുന്നത്. വറുക്കേണ്ട ഒരു ആവശ്യം പോലും ഇല്ല. അപ്പോൾ ഈ ഒരു മട്ടരി വെച്ചിട്ടുള്ള പുട്ടായതുകൊണ്ട് അറിയില്ല, നല്ല രുചി ഉണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് മുട്ടയും ഇതുപോലെ നമ്മുടെ പുട്ടും നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കണം കേട്ടോ. നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇതാ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പം തന്നെ ഈ ഒരു പുട്ടൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെയും കാണുന്നുണ്ടോ? നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ ഉള്ളൊരു ഓപ്ഷൻ ഒന്ന് നെക്കി കൊടുക്കണേ. നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഉപ്പ് നമ്മൾ നേരത്തെ പുട്ടിൽ ചേർത്തുകൊണ്ട് പുട്ടിലോട്ടുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണ്ട. നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. മസാലയിൽ നമ്മൾ നേരത്തെ ചേർത്തു. പിന്നെ നമ്മുടെ കയ്യിൽ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ ഒരു പിടി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. മല്ലിച്ചപ്പ് ചേർക്കുന്നതോട് കൂടി ഇത് വേറെ ലെവലാവും കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ട് മാറും. മല്ലിച്ചപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് തന്നെ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ് കട്ടനം ഇതുപോലൊരു പ്ലേറ്റ് 1-2 പ്ലേറ്റ് തട്ടുട്ടോ. അത്ര ടേസ്റ്റാണ്. അപ്പോൾ പുട്ട് ബാക്കി വരാനായിട്ട് കാത്തു നിൽക്കണ്ട. ഒരു ചെറിയ കഷ്ണം പുട്ടെടുത്തിട്ട് ഇതുപോലെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ പച്ചക്കറികളൊക്കെ കഴിക്കാൻ മടിയുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ പുട്ട് അവർ കഴിക്കും. ഇതിൻ്റെ ടേസ്റ്റ് അവർക്ക് ഇഷ്ടമാവും. അപ്പോൾ ഒരു ക്യാരറ്റൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു ക്യാരറ്റോ ബീൻസോ അങ്ങനെയൊക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് ഒന്നുകൂടി ഹെൽത്തി ആക്കി കൊടുക്കാം. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലോ, നല്ല സോഫ്റ്റ്, നല്ല പൊടി പൊടി പോലെയുള്ള ഈ ഒരു പുട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്യാം. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. പുട്ടൊക്കെ ബാക്കിയായിട്ട് ഇനി ആരും പശുവിൻ്റെ കാടിയിലോട്ടോ കോഴികൾക്കൊന്നും കൊടുക്കണ്ട, ഫ്രിഡ്ജിലോട്ടൊന്നും കയറ്റി വെക്കണ്ട. ഈവനിങ്ങിൽ മക്കൾ വരുമ്പോൾ നല്ലൊരു ചായക്കടിയാക്കാം. അല്ലെങ്കിൽ ഡിന്നറിന് ചപ്പാത്തിയൊക്കെ കഴിച്ച് മടുക്കുമ്പോൾ ഇതുപോലൊരു സ്പെഷ്യൽ ഐറ്റമൊക്കെ ഒന്ന് റെഡിയാക്കി നോക്കട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെ ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ചെയ്ത് നോക്കിയവരൊക്കെ ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക. ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കട്ടോ. നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടേയിരിക്കും. അത്രയ്ക്ക് രുചിയാണ്. മല്ലിച്ചപ്പ് പറ്റും എന്നുണ്ടെങ്കിൽ മല്ലിച്ചപ്പ് ഒരിത്തിരി ചേർക്കണം കേട്ടോ. ആ ഒരു ഇല കൂടി കൂട്ടിങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മളെ കട്ടനും ഇതുപോലെയൊരു ചായക്കടിയും സൂപ്പർ ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഗോതമ്പിൻ്റെ പുട്ടാണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ റെഡിയാക്കാം. റാഗിൻ്റെ പുട്ട് ബാലൻസ് ഉള്ളതായാലൊക്കെ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ 2 ദിവസമൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കല്ല് പോലെ ആയിട്ടുള്ള പുട്ടാണെങ്കിൽ നിങ്ങൾ അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നനച്ച് സോഫ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മൾ കൊച്ചു വീഡിയോ ആണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ലൈക്ക് തരിക. എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യട്ടെ. നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ ടേസ്റ്റി ആയിട്ടൊക്കെ പുട്ട് റെഡിയാക്കട്ടെ. ഒരു പ്രാവശ്യം നമ്മൾ ഇതുപോലെ റെഡിയാക്കുകയാണെങ്കിൽ പുട്ട് ബാക്കി വരാനൊന്നും കാത്തു നിൽക്കില്ല. ഇതുപോലെ തന്നെ ഉണ്ടാക്കി കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും.